നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വില്ലൻ വേഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ നടനാണ് സന്തോഷ് കെ നായർ. 1982 ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് സന്തോഷ് കെ നായർ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ അദ്ദേഹം പ്രതിനായകനായും സഹനടനായും തിളങ്ങി. ഇപ്പോഴിതാ വാഹന അപകടത്തിൽ പരിക്കേറ്റ നടൻ സന്തോഷ് നായർ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. പത്തനംതിട്ട ഏനാത്തു വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സന്തോഷിന്റെ ഭാര്യ ശുഭശ്രീക്കും പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെ 6:30ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. സന്തോഷ് നായരും ഭാര്യയും മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നോവ കാറിലാണ് ഇവർ സഞ്ചരിച്ചത്. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. നിയന്ത്രണം തെറ്റി എതിരെ വന്ന ലോറിയിൽ ഇടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കാർ ഓടിച്ചത് സന്തോഷ് തന്നെയാണ്. ഇദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഭാര്യയുടെ പരിക്ക് ഗുരുതരമല്ല. 8 മണിയോടെയാണ് സന്തോഷ് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ സന്തോഷിനെയും ഭാര്യയെയും ഉടൻ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സന്തോഷ് വിവാഹം ചെയ്തത് സ്കൂൾ ടീച്ചറായ ശുഭശ്രീയെയാണ്. സന്തോഷ് ശുഭശ്രീ ദമ്പതികൾക്ക് ഒരു മകളാണുള്ളത്. ഡോക്ടർ രാജശ്രീ എന്ന എസ് നായർ എന്നാണ് മകളുടെ പേര്. 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം മോഹിനിയാട്ടമാണ്. നായകനായും സഹനടനായും വില്ലനായും 100ഓളം സിനിമകളിൽ സന്തോഷ് നായർ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിൽ 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും 1960 നവംബർ 12 തിരുവനന്തപുരത്ത് CN കേശവൻ നായരുടെയും P രാജലക്ഷ്മി അമ്മയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. MG കോളേജിൽ നടൻ മോഹൻലാലിന്റെ ജൂനിയർ ആയിരുന്നു അദ്ദേഹം. 1982 ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ സന്തോഷ് നായർ 80കളിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു തുടങ്ങിയ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. യുവജനോത്സവം, സിനിമയിലെ നിസാർ, 20ാം നൂറ്റാണ്ടിലെ ലോറൻസ് എന്നിവ അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളാണ്. വില്ലൻ വേഷങ്ങൾക്ക് പുറമെ ചന്ദ്രോത്സവം പോലുള്ള ചിത്രങ്ങളിലെ സ്വഭാവ നടനായും കമ്മത്താൻ കമ്മത്ത് പോലുള്ള സിനിമകളിൽ കോമഡി വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ അദ്ദേഹം വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. സിനിമയ്ക്കകത്തും പുറത്തും സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച വ്യക്തിയായിരുന്നു സന്തോഷ്. മോഹൻലാലിന്റെ ഓരോ വളർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന പ്രിയ സുഹൃത്തിന്റെ വേർപാട് അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ കോളേജ് കാലം മുതലുള്ള അടുത്ത സുഹൃത്തിനെയാണ് ഈ അപകടത്തിലൂടെ നഷ്ടമായത്. മോഹൻലാലുമായുള്ള കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും സന്തോഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനും ലാലും ഒരേ കാലഘട്ടത്തിലാണ് MG കോളേജിൽ പഠിക്കുന്നത്. ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. മോഹൻലാൽ കൊമേഴ്സ് ആയിരുന്നു. പ്രീ ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം എഞ്ചിനീയർ ആകാനുള്ള ത്വരയിൽ ഞാൻ ചിന്മയ ക്ലാസ്സിൽ പോയി ചേർന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്കിത് പറ്റില്ല എന്ന്. പിന്നെ തിരിച്ചു വന്ന് BScക്ക് ചേർന്നു. അങ്ങനെ വന്നപ്പോൾ ലാൽ ഒരു വർഷം സീനിയറായി. ഞങ്ങൾ ഒരേ പ്രായമാണ്. 4-5 മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ അവിടെ മാഗസിൻ എഡിറ്ററൊക്കെ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ കോളേജിൽ കുട്ടി ഹീറോ കളിച്ച് നടന്നു എന്നൊക്കെ പറയാം. ബുള്ളറ്റിലൊക്കെ കറക്കവും ഒക്കെ ആയിട്ട് പോയിരുന്നു. മോഹൻലാൽ SFIയുടെ ഭാഗമായിരുന്നു. SFI എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ അന്നും അതിൻ്റെതായിട്ടുള്ള ടെററൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് അധികം അടിയും പിടിയും നടന്നിട്ടില്ല. ഞാൻ DSU ആയിരുന്നു. അന്ന് NSSന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NDP. അതിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു DSU. ABVP അല്ല. എല്ലാവരും പറയും ഞാൻ ABVP ആണ് എന്ന്. ABVP അന്നും ഉണ്ട്. പക്ഷേ അവർ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല. തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ DSUവിൽ ആയത്. ഞാൻ സംഘപ്രവർത്തകനായിരുന്നു. ഞാൻ ശാഖയിലുണ്ടായിരുന്നു. ശിക്ഷക്, മുഖ്യ ശിക്ഷക് ഒക്കെ ആയിരുന്നു. പിന്നീട് സിനിമയിലെത്തി എന്നായിരുന്നു മുമ്പൊരു അഭിമുഖത്തിൽ സന്തോഷ് പറഞ്ഞത്. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയത്തിലേക്ക് തുടക്കം കുറിച്ചത്. ഏപ്രിൽ 18 തുടങ്ങിയ സിനിമകളിലൂടെ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ തിരക്കുള്ള നടനായി മാറി. 1985 18ഓളം സിനിമകളിൽ സന്തോഷ് അഭിനയിച്ചു. മിക്കതും വില്ലൻ വേഷങ്ങളായിരുന്നു. കൊതി തീരും വരെ, ഇത് നല്ല തമാശ എന്ന സിനിമകളിലെ നായക വേഷങ്ങളും ഇതിനിടയിൽ ചെയ്തു. 1986 ഇറങ്ങിയ യുവജനോത്സവം എന്ന സിനിമയിലെ നിസാർ എന്ന പോസിറ്റീവ് റോൾ, 20ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ ജാക്കി
ജാനകിയുടെ വലം കൈയായ ലോറൻസ് തുടങ്ങിയ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. മുളമൂട്ടിൽ അടിമ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, കടത്തനാടൻ അമ്പാടി, വിഷ്ണുലോകം, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം നല്ല വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്കു ശേഷം അദ്ദേഹത്തിന്റെ ശക്തമായൊരു കഥാപാത്രം എന്ന് പറയുന്നത് ചന്ദ്രോത്സവത്തിലെ നായകന്റെ സുഹൃത്തായ സഹദേവന്റെ വേഷമായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, രതീഷ്, ശങ്കർ, ജയറാം, റഹ്മാൻ, ബാലചന്ദ്രമേനോൻ എന്നിവരുടെയൊക്കെ വില്ലൻ ജോഡിയായി വന്നിട്ടുള്ള ഈ നടൻ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, പ്രൊപ്പൈറ്റേഴ്സ്, കമ്മത്താൻ കമ്മത്ത് എന്നീ സിനിമകളിൽ കോമഡി ഫ്ലേവറുള്ള വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. 100-ലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത മോഹിനിയാട്ടത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.